പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ കനകയും ഗോവിന്ദനും നന്ദുവും ഒക്കെ പ്ലാൻ ഇട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവരുടെ നാവിൽ നിന്ന് തന്നെ പറയിപ്പിക്കാനാണ് അവരുടെ ശ്രമം. അങ്ങനെ ഒടുവിൽ അവർ നന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ്. നന്ദാവനത്തിലെത്തിയ സമയത്ത് നവ്യ അബിയെ ഫോൺ ചെയ്തിട്ട്, നീ എന്നെ അവിടെ നിന്ന് പുറത്താക്കാനല്ലോ ശ്രമിച്ചത്, ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അവിടുന്ന് വന്നു എന്ന് കരുതിയിട്ട് വല്ല പെൺകുട്ടികളെയും നമ്മുടെ റൂമിൽ കയറ്റാമെന്നൊന്നും കരുതണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് നയന അവിടേക്ക് വരുന്നത്. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, അവനെ വിളിച്ച് സംസാരിച്ചതാണ്, ഇനി ഞാൻ വരുന്നതിന് പിന്നാലെ ഇനി വല്ല പെൺകുട്ടികളെയും വിളിച്ചുകൊണ്ട് വരികയോ എന്നുള്ളത് അറിയില്ല, കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, എല്ലാം ശരിയാവും ചേച്ചി, നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയെ ഇനി വഴിയുള്ളൂ, പ്രാർത്ഥിച്ചാൽ ദൈവം കണ്ണ് തുറക്കാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ പിന്നീട് കനകയും ഗോവിന്ദനും നന്ദുവും ഒക്കെ ഒരു പ്ലാൻ ഇടുകയാണ്. എന്നിട്ട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ നിങ്ങൾ എന്തായാലും നയനയോട് തർക്കിച്ച് സംസാരിക്കണം, കുറച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം, ഞാൻ സംസാരിച്ചാൽ അവൾ അത് കേൾക്കില്ല, അവൾക്കത് തമാശയായിട്ടേ തോന്നുകയുള്ളൂ. പക്ഷെ ഗോവിന്ദേട്ടൻ ഇന്നേ വരെ നയനയോട് ആ രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഗോവിന്ദേട്ടൻ ഒന്ന് ചൂടായി സംസാരിച്ചാൽ അവൾക്കത് സഹിക്കാനും പറ്റില്ല, അവൾ ആ ഒരു സ്ട്രോങ്ങിൽ നിൽക്കുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും നവ്യയും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ ഒടുവിൽ നയനയോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നീ ഇനി അനന്തപുരിയിലോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ പറയുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അവിടെ വന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്? മോളെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവർക്ക് പകുത്ത് നൽകിയത്, ആ ഒരു സ്നേഹമോ ഒരു ദയയോ നിന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഗോവിന്ദൻ പറയുന്ന സമയത്ത്, അത് പിന്നെ ഞാനാണ് കരൾ കൊടുത്തത് എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മോള് ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ആദർശമാന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, ബിസിനസ് തന്നെ ഉയർച്ചയിലെത്തിയതും അനന്തപുരിക്കാർ ഇത്രയും വലിയ ഒരു ഇതിലെത്തിയതും അതിനൊരു കാരണം മോള് തന്നെയല്ലേ? ഇപ്പോൾ മോള് വരച്ച ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അവിടെ വൻ ലാഭമായിട്ട് വരുന്നത്, അതിൻ്റെയൊക്കെ ഒരു നന്ദിയെങ്കിലും കാണിച്ചൂടെ, സ്നേഹിച്ചില്ലെങ്കിലും നല്ല രീതിയിലെങ്കിലും സംസാരിച്ചൂടെ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നയന എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ അനന്തപുരിയിലോട്ട് പോകാൻ പാടില്ല, അഥവാ ഇനി ആദർശ് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും ഇല്ല എന്ന് കരുതിയാൽ മതി, പിന്നെ ഞങ്ങളെ തിരഞ്ഞോ ഞങ്ങളെ അന്വേഷിച്ചോ ഇങ്ങോട്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ നീ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദൻ. അങ്ങനെ ഗോവിന്ദൻ്റെ തീരുമാനം കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് നയന. ആ സമയത്ത് നന്ദവും കനകയുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിനോണ്ട് ഇറുക്കി കാണിച്ചിട്ട് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട്. നവ്യയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നയന അവിടെ നിന്ന് പോകുന്ന സമയത്ത് നവ്യ കനകയോട് പറയുന്നുണ്ട്, അച്ഛൻ ഇതെന്താ പറ്റിയത്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, ഇത്രയും വലിയ പ്രശ്നമാക്കി എടുക്കാൻ മാത്രം എന്താ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് പറയണ്ടല്ലോ, ഇനിയൊന്നും എന്തായാലും ഇങ്ങനെ എല്ലാം സഹിച്ച് നിൽക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഇതുവരെ ഇങ്ങനെ സംസാരിച്ചത് ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ചും നയനയോട് ഇങ്ങനെ സംസാരിക്കേണ്ടത് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ പിന്നെ നവ്യയും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കനക നന്ദുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അച്ഛൻ്റെ അഭിനയം കൊള്ളാമായിരുന്നു, അച്ഛന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ വിവരങ്ങളൊക്കെ നവ്യ അബിയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അബിയാണെങ്കിൽ അബിയുടെ സ്വഭാവം അറിയാലോ, അത് ഇട്ടുകൂടാതെ തന്നെ ജലജയെ അറിയിക്കുകയാണ്. ജലജയും ജാനകിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അബി ഇക്കാര്യം പറയുന്നത്. അങ്ങനെ ജലജ ഇത് കേട്ടിട്ട്, അവൾ ഇനി വരാതിരിക്കുന്നതാണ് നല്ലത്, അവൾ വരരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ജാനകിയും, അതെ അവളെ ഇനി ഇങ്ങോട്ട് തിരിച്ച് വരണ്ട, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏട്ടത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ജലജ ദേവയാനി കണ്ടിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ഇത് വിശ്വസിക്കാനാവാതെ, ഗോവിന്ദൻ അവരങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അവരങ്ങനെ പറഞ്ഞത് ഇനി ഏട്ടത്തിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് മരുമകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണെന്ന് തോന്നുന്നു ഉദ്ദേശം, ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ജലജ ദേവയാനിയോട് പറഞ്ഞിട്ട് പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ദേവയാനി ഒരു സങ്കടം കൊണ്ട് നിൽക്കുകയാണ്. ഇനി അവരിങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ, ഏതായാലും വിളിച്ചു നോക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ദേവയാനി നിൽക്കുന്നത്.